ഹായ് ഗായ്സ്. സോ ഇന്ന് നമ്മൾ തിരിച്ച് പോണ്ടിച്ചേരിയിലോട്ട് പോകാനുള്ള ഒരു പാക്കിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ ഞാനിപ്പോൾ ഏകദേശം 2 മാസത്തോളം ഞാൻ വെക്കേഷന് വീട്ടിൽ വെറുതെ ഇരിക്കുകയായിരുന്നു. വെറുതെ ഇരിക്കില്ലെന്നല്ല, കുറേ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടായിരുന്നു എനിക്ക്. കുറച്ചൊക്കെ ചെയ്തു, പക്ഷെ കുറച്ചൊക്കെ വീണ്ടും അങ്ങനെ തന്നെ ഇരുന്നു. എൻ്റെ മടി കാരണം ചെയ്യാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഞാൻ കുറേ കാര്യങ്ങൾ എനിക്ക് നല്ല ആഗ്രഹം എന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു ഇത്. ലൈക്ക് ഇപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കണം എന്നുണ്ടായിരുന്നു എനിക്ക് ഈ പ്രാവശ്യം പോണതിന് മുന്നേ. അപ്പോൾ അതിൽ ഞാൻ ട്രൈ ചെയ്തു. അതിൽ 2 വീല് കിട്ടി. 4 വീല് 2 പ്രാവശ്യം പോയിട്ട് എനിക്ക് കിട്ടിയില്ല. ബട്ട് സാരമില്ല, ഞാൻ അടുത്ത പ്രാവശ്യം എടുത്തോളാം. പിന്നെ അപ്പോൾ നാളെ രാത്രിയാണ് നമുക്ക് ബസ്. അപ്പോൾ കമോൺ, ഇറ്റ്സ് പാക്ക്. സാധാരണ ഞാൻ ലഗേജ് പാക്ക് ചെയ്യുമ്പോൾ അതിൽ മുക്കാലും എൻ്റെ ഡ്രസ്സുകളായിരിക്കും. പക്ഷേ ഇപ്രാവശ്യം ഞാൻ അത് കുറയ്ക്കണം എന്നുള്ളൊരു ദൃഢനിശ്ചയം എടുത്തിട്ടാണ് ഞാൻ പാക്ക് ചെയ്യാൻ തുടങ്ങിയത്. വേറൊന്നും കൊണ്ടല്ല, ഹോസ്റ്റലിൽ വെക്കാൻ ചിലപ്പോൾ സ്ഥലം ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അപ്പോൾ ഹോസ്റ്റലിനനുസരിച്ചിട്ടായിരിക്കും ഞാൻ എൻ്റെ ഡ്രസ്സ് എല്ലാതും നെക്സ്റ്റ് ടൈം കൊണ്ടുവരിക. ഡ്രസ്സിൻ്റെ പാക്കിങ് കഴിഞ്ഞാലുള്ള നെക്സ്റ്റ് തലവേദന പിടിച്ചൊരു പരിപാടിയാണ് ഈ അൽക്കോലത്തെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യുന്നുള്ളത്. അത് എന്തൊക്കെയാണ് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് പ്രോസസ്സ് ചെയ്തൊന്ന് ഓർഗനൈസ് ചെയ്ത് വരാൻ ഒരു ദിവസം പിടിക്കും. അപ്പം ഞാൻ എന്ത് ചെയ്തു, എല്ലാം ബെഡിലോട്ട് അങ്ങനെ വാരി വിരിച്ചിട്ടിട്ട് ചിക്കി അങ്ങോട്ടും ഇങ്ങോട്ടും കാറ്റഗറൈസ് ചെയ്തു. അല്ലാതെ നടക്കൂല. ഞാൻ മെയിൻ ലഗേജിന് പുറമെ ഒരു സൈഡ് ബാഗ് എടുക്കണോണ്ട് അതിലോട്ട് ഇടാളത് എന്തൊക്കെയാണെന്ന് ഇങ്ങനെ മാറ്റി വെച്ചു. കാരണം ഇങ്ങനത്തെ കുഞ്ഞു സാധനങ്ങൾ മേ ബി കാണുമ്പോൾ ഇമ്പോർട്ടൻ്റ് അല്ല തോന്നും, പക്ഷെ ഇതിലേക്ക് നമുക്കൊരു സുഖം ഉണ്ടാവില്ല. അങ്ങനത്തെ കുറച്ച് സാധനങ്ങളാണ്. ഇപ്പം നമ്മളൊരു ബാഗ് കൊണ്ടെടുക്കാന്നുണ്ടെങ്കിൽ അതിലിപ്പോൾ നമ്മൾ അൽക്കോൾ സാധനം ഉണ്ടാവും. ഒരു ഹാൻഡ് ക്രീം, മിറർ, ഒരു ലിപ് ബാം, ഒരു ക്രാബ്, ഒരു പെന്ന്, പേഴ്സ്, ഇങ്ങനെ ഓരോരോ കുഞ്ഞു സാധനങ്ങൾ. അങ്ങനെ ഇവിടുത്തെ തരംതിരിക്കലൊക്കെ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നമ്മുടെ മേക്കപ്പ്, സ്കിൻ കെയർ, അതൊക്കെ എൻ്റെ തരംതിരിക്കലാണ് നെക്സ്റ്റ് പണി. അത് ഓൾറെഡി ഞാനൊരു ബാഗിലിട്ട് നടക്കുന്നുണ്ട്, വലിയ പണി ഉണ്ടായിരുന്നില്ല. ഒന്ന് ഉറപ്പ് വരുത്തിയാൽ മതി എല്ലാം ഉണ്ടോന്ന്. ഇങ്ങനത്തെ വലിയ ബാഗുകളിലൊക്കെ നമ്മൾ കുഞ്ഞു ബാൻഡുകൾ നമ്മൾ ഇട്ട് വെക്കുന്ന ടൈമിൽ നമുക്കൊരു പെട്ടെന്നൊരു ആവശ്യത്തിന് ഈ കുഞ്ഞു ബാൻഡുകൾ വലിയൊരു ബാഗും തപ്പിയെടുക്കാൻ പണിയാണ്. അപ്പോൾ ഞാൻ ചെയ്യുന്നൊരു ട്രിക്കാണ് ഇതേപോലത്തെ ഒരു സ്ലൈഡ് എടുത്തിട്ട് അതിലോട്ട് ഞാൻ അങ്ങനെ കോർത്ത് വെക്കും. എന്നിട്ട് അപ്പുറത്തും ഇപ്പുറത്തും ഇങ്ങനെ ലോക്ക് ചെയ്ത് വെക്കും. എന്നിട്ട് ഈ സാധനം നമ്മൾ ആ ഒരു ബാഗിലോട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഫൈൻഡ് ചെയ്യാൻ എളുപ്പമാണ്. ഇന്ന് ഞാൻ പോണ്ടിച്ചേരി പോകണോണ്ട് അമ്മ സ്പെഷ്യലായിട്ടൊരു ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കി തന്നു. ഇറ്റ് വാസ് സോ ഗുഡ്. അമ്മ ഉണ്ടാക്കിയ ചെമ്മീൻ ബിരിയാണി, കുക്കർ ബിരിയാണിയുടെ വലിയ കാര്യത്തിൽ ഞാൻ ദമ്മ് പൊട്ടിക്കാന്നൊക്കെ പറഞ്ഞിട്ട് പോയിട്ട് എൻ്റെ അടുത്ത് അങ്ങനെയല്ല പറഞ്ഞു. എൻ്റെ കയ്യിൽ നിന്ന് തവിയും വാങ്ങിച്ച് എനിക്ക് എങ്ങനെയാണ് ചെയ്യണമെന്ന് പറഞ്ഞത്. മറ്റേ ഇതും കൂടെ വേണമെങ്കിൽ മല്ലിച്ചപ്പ്. അങ്ങനെ അവിടുന്ന് കഴിക്കാൻ എടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ പോണ്ടിച്ചേരിയിൽ നിന്ന് കഴിക്കാൻ ഒരു ടിഫിൻ ബോക്സിൽ അമ്മ പാക്ക് ചെയ്ത് തന്നു. ഇത് അവിടെ എത്തുമ്പോഴത്തേനും ആശാവൂന്ന് അറിയില്ല, പക്ഷെ നോക്കാം. ബീഫ് ബിരിയാണി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഫേവറേറ്റ് ബിരിയാണിയാണ് ഈ പ്രോൺസ് ബിരിയാണി. അതുകൊണ്ടാണ് അമ്മ ഇത് ഉണ്ടാക്കിയത്. സംഭവം നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അധികം സ്റ്റഫ് ചെയ്ത പോലെ കഴിച്ചില്ല, എനിക്ക് കഴിക്കാൻ പറ്റിയില്ല. കാരണം ഇനി 10 മണിക്കൂർ എനിക്ക് ട്രാവൽ ചെയ്യാനുള്ളത്. അപ്പോൾ ഇത് സ്റ്റഫ് ചെയ്ത് പോയാൽ എനിക്ക് അറിയില്ല എന്ത് പറ്റുമെന്ന്. അങ്ങനെ ഞാൻ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് മേലൊക്കെ കഴുകി. ബസ് ഏകദേശം ഒരു 8:15 ആകുമ്പോഴാണ് ഇവിടെ എത്തുക. അപ്പോൾ ഞാൻ വലിയ കാര്യമായിട്ട് മേക്കപ്പ് ഒന്നും ചെയ്യുന്നില്ല, നമ്മൾ കിടന്ന് ഉറങ്ങാനാണ് പോണ ബസ്. അപ്പോൾ സ്കിൻ കെയർ മാത്രം ചെയ്തു. ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് സ്നെയിൽ മ്യൂസിൻ്റെ ഒരു ഓൾ ഇൻ വൺ ക്രീമാണ്. ഞാൻ മെയിനായിട്ട് സ്കിൻ കെയർ എന്ന് പറയാൻ മാത്രമൊന്നും ചെയ്യാറില്ല. ഈ ഒരു ക്രീം മാത്രം തേക്കും, ഒന്ന് മോശമായി കിട്ടാൻ വേണ്ടിയിട്ട്, ആ ഒരു ഡ്രൈനെസ് ഒക്കെ പോയിട്ട്. പിന്നെ ഒരു ലിപ് ക്രീമും പിന്നെ ഒരു ലിപ് ബാമും, ഇത് മാത്രമേ ഞാൻ യൂസ് ചെയ്യാറുള്ളൂ. അങ്ങനെ ലിപ് ബാമൊക്കെ ഇട്ടിട്ട് ഞാനൊന്ന് മുടി ബാക്കിലോട്ട് മൊത്തത്തിൽ കെട്ടി. കാരണം എനിക്ക് ഈ ട്രാവൽ ചെയ്യുന്ന ടൈമിൽ മുടി അഴിച്ചിട്ട് പോകുന്നത് തീരെ ഇഷ്ടമല്ല. അതങ്ങോട്ട് ഒതുക്കി കൂട്ടി വെച്ചാൽ പിന്നെ അതിൻ്റെ മേലേക്ക് ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പോൾ ഏകദേശം 5:30 ആയിട്ടുള്ളൂ. പക്ഷെ നമ്മൾ നേരത്തെ കൂടി റെഡി ആയി നിന്നാൽ റെഡിയാക്കി അതിൻ്റെ എടുത്ത് വയ്ക്കുള്ള സാധനങ്ങളൊക്കെ മര്യാദയ്ക്ക് പാക്ക് ചെയ്ത് എടുത്ത് വയ്ക്കുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ ലാഗായിക്കൊണ്ടിരിക്കും. എനിക്ക് പോകാൻ വലിയ സങ്കടമൊന്നുമില്ല. ആകെക്കൂടെ ഉണ്ടായിരുന്നൊരു സങ്കടം പറഞ്ഞാൽ വെതറാണ്. അവിടെ ഈ ടൈമിൽ ഭയങ്കര എന്താ പറയുക, പൊരിവെയിൽ, രാവിലെ തന്നെ പൊരിവെയിൽ, അങ്ങനത്തെ ഒരു വെതറാണ് അവിടെ. അപ്പോൾ നമ്മളിവിടുത്തെ മഴയും തണുപ്പൊക്കെ മിസ് ചെയ്യല്ലോ എന്നുള്ളൊരു സങ്കടം മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ പോകാൻ ടൈമിൽ. അങ്ങനെ പെട്ടിയൊക്കെ പാക്കായി ഇനി താഴോട്ടേക്ക് അങ്ങോട്ട് ഇറക്കിയാൽ മതി. അങ്ങനെ എൻ്റെ ബാഗിന് പുറമെ അമ്മേൻ്റെ ഒരു സഞ്ചി കൂടി എനിക്ക് തന്നു. ബസ്സിൽ കയറിയിട്ട് കഴിക്കാൻ, ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് കഴിക്കാൻ, ഉച്ചയ്ക്ക് കഴിക്കാൻ. അന്ന് പറഞ്ഞൊരു കുറേ ഒരു സാധനം, ഫ്രൂട്ട്സ് വരെ എനിക്ക് ആക്കി തന്നിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് പോയിട്ട് ഫ്രൂട്ട്സ് വാങ്ങേണ്ട കാര്യമുള്ളൂ, പക്ഷേ എന്ത് ചെയ്യാനാ. അങ്ങനെ ഞാൻ എൻ്റെ റൂമിനോടൊക്കെ ടാറ്റ പറഞ്ഞ് ഞാൻ വാതിലും പൂട്ടി ഇറങ്ങി. ഏകദേശം ഒരു 1 മണിക്കൂറെങ്കിലും ഉണ്ടാകും കോട്ടയ്ക്ക് നിന്ന് മലപ്പുറത്തേക്ക്. കാരണം മലപ്പുറത്ത് നിന്നാണ് എൻ്റെ ബോർഡിംഗ് പോയിന്റ്. ഈ നൈറ്റ് ആയതുകൊണ്ടേ ട്രാഫിക് കഴിഞ്ഞിട്ട് എപ്പോൾ എത്തുന്നറിയില്ല. അത് കുറച്ച് നേരത്തെ ഇറങ്ങുന്നത്. എൻ്റെ ഡ്യൂട്ടിയാണ് ഈ ഗേറ്റ് അടയ്ക്കണം എന്നുള്ളത്. അതാണ് ഞാൻ ഈ പുറത്തിറങ്ങി നിൽക്കുന്നത്. ഗേറ്റ് ഒക്കെ അടിച്ച് നേരെ നമ്മൾ മലപ്പുറത്തേക്ക് വിട്ടു. പോണ ടൈമിൽ നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു. ഇനി അവിടെ ചെന്നാൽ ഏറ്റവും ഞാൻ മിസ് ചെയ്യാൻ പോകുന്നത് ഈ മഴയായിരിക്കും. ഇപ്പം ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോഴും പോണ്ടിച്ചേരിയിൽ ഈ ചൂടത്തിരുന്നിട്ടാണ് ഈ വോയിസ് ഓവർ കൊടുക്കുന്നത്. നമ്മളവിടെ ഏകദേശം ഒരു 1/2 മണിക്കൂർ മുന്നേ എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ബസ് ഒരു 1/2 മണിക്കൂർ ലേറ്റ് ആയിട്ടാണ് കാണിച്ചത്. കാരണം ആ ഭാഗത്ത് നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു. അങ്ങനെ
അങ്ങനെ എങ്ങനെയൊക്കെയോ ബസ് വന്ന് ഞാൻ ടാറ്റയും പറഞ്ഞ് നേരെ പോണ്ടിച്ചേരിയിലോട്ട് വിട്ടു. വണ്ടി എടുത്ത് തുടങ്ങിയപ്പോൾ എനിക്ക് വീടും വീട്ടുകാരും നാടൊക്കെ മിസ് ചെയ്യാൻ തുടങ്ങി. പിന്നെ അത് കുറച്ച് കഴിഞ്ഞപ്പോൾ മാറി. പിന്നെ ഇത് നമുക്കൊരു പുത്തരി അല്ലല്ലോ. പിന്നെ ബസ് കയറി എനിക്ക് നേരെ കർട്ടൻ കിടന്ന് ഉറങ്ങണം. അപ്പോൾ ഞാൻ കർട്ടൻ ഇടുമ്പോൾ ഇവിടുത്തെ കർട്ടൻ്റെ ആകെ ഒരു ഇങ്ങനെ ഒട്ടിക്കുന്ന സാധനം ഉണ്ടാവുള്ളൂ. അത് ഒട്ടിച്ചിട്ട് കാര്യമൊന്നുമില്ല, എല്ലാം കാണാം. അപ്പം ഞാൻ അതേപോലെ ക്രാബിൽ വെച്ചിട്ട് ഇങ്ങനെ ക്ലോസ് ചെയ്ത് വെക്കും. അപ്പോൾ നല്ല സെക്യൂർ ആയിട്ട് ഇരുന്നോളൂ. അങ്ങനെ ഒരു ഉറക്കം എണീറ്റപ്പോൾ തന്നെ നമ്മൾ പോണ്ടിച്ചേരി എത്തി. ഇപ്പോൾ നമ്മളൊരു 6:30 എത്തിയാൽ പോലും നല്ല വെയിലായിരിക്കും അവിടെ. യൂണിവേഴ്സിറ്റിൻ്റെ ഫ്രണ്ടിൽ തന്നെ ആയിരുന്നു ഡ്രോപ്പിംഗ് പോയിന്റ്. അതുകൊണ്ട് വലിയ മെനക്കെടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ ലഗേജ് ഒക്കെ എടുത്തിട്ട് ഫ്രണ്ട്സിൻ്റെ റൂമിൽ പോയിട്ടൊന്ന് ഫ്രഷ് ആയി. ഇതിന് ശേഷം നമ്മുടെ ഹോസ്റ്റലിൻ്റെ കുറേ ഡോക്യുമെൻറ്റും പേപ്പർ വർക്കൊക്കെ ഉണ്ട്. അതൊക്കെ കംപ്ലീറ്റ് ആയാലും നമുക്ക് റൂം അലോ ചെയ്ത് കിട്ടുള്ളൂ. അങ്ങനെ ഞാനൊരു കാലി ചായ കുടിച്ച് നേരെ ഡിപ്പാർട്ട്മെൻറ്റിൽ പോയി. അവിടുന്ന് പേപ്പർ HOD സൈൻ ചെയ്ത പേപ്പർ കിട്ടിയാൽ നമുക്ക് ഹോസ്റ്റലിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് റൂം കിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങൾ നേരത്തെ എത്തിയത് കൊണ്ട് അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ നല്ല തിരക്കായിരിക്കും കിട്ടാൻ വേണ്ടിയിട്ട്. ഒരു റൂമിൽ 3 പേരാണ് ഉണ്ടാവുക. അപ്പോൾ അവിടെ ഉണ്ടായതൊരു ഞങ്ങൾ ഒരു 3 പേരെ ഒരു റൂമിലേക്ക് ആക്കി. 526 ഞങ്ങൾക്ക് കിട്ടിയത്. അങ്ങനെ റെസിപ്റ്റ് കിട്ടിയപ്പോൾ ഞങ്ങൾ വെട്ടിങ് ഇടയ്ക്കെടുത്ത് നേരെ ഹോസ്റ്റലിലോട്ട് വിട്ടു. നർമ്മദ ഹോസ്റ്റലിൽ കിട്ടിയത്. ഞാൻ വിചാരിച്ച ഹോസ്റ്റലിൽ കിട്ടി, അതുകൊണ്ട് വലിയ കാര്യം. അങ്ങനെ രജിസ്റ്ററിലൊക്കെ ഒപ്പിട്ടിട്ട് നേരെ ലിഫ്റ്റിൽ കയറി. ഞാൻ 4th ഫ്ലോറാണ്. ഇതാണ് ഇനി ഞങ്ങളുടെ ഒരു വർഷത്തേക്കുള്ളൊരു റൂം. എനിക്ക് ഇഷ്ടപ്പെട്ട റൂമൊക്കെ. ഇനി ഇതൊരു 2 പേർക്ക് താമസിക്കാനുള്ള റൂമായിട്ടാണ് അവർ സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇവിടെ ഇപ്പോൾ ഞങ്ങൾ 3 പേരാണുള്ളത്. ഇവിടുത്തെ ഞങ്ങളെ കബോർഡിൻ്റെ ഉള്ളിൽ നിന്ന് ഇതിന് മുന്നേ താമസിച്ച ആൾക്കാരൊരു നോട്ട് വെച്ച് പോയിട്ടുണ്ടായിരുന്നു. ഇനി എല്ലാതും ഒരു സൈഡിൽ നിന്ന് അൺപാക്ക് ചെയ്ത് വരണം. ബൈ ദ വേ ഞങ്ങളുടെ 4th ഫ്ലോറിൻ്റെ ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ ആട്ടത്, അടിപൊളി വ്യൂ. അങ്ങനെ അൺപാക്ക് ചെയ്യുന്നതിന് മുമ്പ് അമ്മേൻ്റെ ചെമ്മീൻ ബിരിയാണി കഴിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുമെന്ന് വിചാരിച്ചു. നാശമായിട്ടുണ്ടായിരുന്നില്ല, ചൂടില്ലാത്തതിനുള്ള ഒരു പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ഫസ്റ്റ് കഴിച്ച ഒരു ടേസ്റ്റ് കിട്ടിയില്ല എനിക്ക്. പക്ഷേ ദാറ്റ്സ് ഓക്കെ, വിഷമം മാറിയാൽ മതിയല്ലോ നമുക്ക്. അങ്ങനെ ഫുഡ് കഴിക്കുന്നതിനിടയിൽ ഞാൻ വെറുതെ അമ്മയ്ക്ക് ഒരു വീഡിയോ കോൾ ചെയ്തു, കാരണം റൂമൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ ലഗേജ് ഉണ്ടായിരുന്നു. നമ്മൾ കഴിഞ്ഞ ഹോസ്റ്റലിൽ അവിടെ നമ്മൾ കുറച്ച് ലഗേജ് വെച്ചിട്ടുണ്ട്. കാരണം ബെഡും കാരണമൊന്നും നമ്മൾ തിരിച്ച് നാട്ടിലോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ അവിടെ ഡോർമെട്രിയിൽ നമുക്ക് വെക്കാൻ പറ്റും. അപ്പോൾ അവിടെ നിന്ന് എൻ്റെ 2 ലഗേജ് എടുക്കാണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ എന്ത് ചെയ്തു, ഒരു ഓട്ടോ വിളിച്ചിട്ട്, വലിയ ലഗേജ് അവിടെ നമുക്ക് പൊക്കി കൊണ്ടുപോകാൻ പറ്റില്ല അവിടെ വരെ. അപ്പോൾ ഞാനൊരു ഓട്ടോ വിളിച്ചിട്ട് കൊണ്ടുപോയി. ഞാനുണ്ടായിരുന്നു, എൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഹോസ്റ്റലിലെത്തിയപ്പോൾ അവിടെ നിന്ന് പൊക്കിക്കൊണ്ടുപോകാൻ നമുക്ക് വേറെ ആളൊന്നും ഏർപ്പാടാക്കേണ്ടി വന്നില്ല. അങ്ങനെ എല്ലാ ലഗേജും റൂമിൽ എത്തിച്ചപ്പോൾ തന്നെ മനുഷ്യൻ്റെ ഊപ്പാട് തീർന്നു. പിന്നെ എനിക്ക് അവിടെ എല്ലാം സെറ്റാക്കണേൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ വെറുതെ ഒരു ട്രാൻസിഷൻ എടുക്കാമെന്ന് വിചാരിച്ചു. വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ സെറ്റാക്കിയെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്കൊന്ന് പുറത്ത് പോകണ്ടായിരുന്നു. ബുക്സും പിന്നെ കുഞ്ഞു അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് പിന്നെ പെട്രോളൊക്കെ അടിച്ച് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറി. അവിടെ യൂണിവേഴ്സിറ്റിയുടെ ഓപ്പോസിറ്റിലുള്ള ഒരു കടയിൽ നല്ല അടിപൊളി ലോഡർ ഫ്രൈസ് ഒക്കെ കഴിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് റൂമിലോട്ട് പോന്നു. ഇനി കിടന്നുറങ്ങിയാൽ മതി. അപ്പം എന്നാൽ ഞാൻ പോട്ടെ, ബായ്.